അപ്പോൾ ഇത് സെപ്റ്റംബർ മാസമാണ്. ഇപ്പോൾ സെപ്റ്റംബർ 15-ാം തീയതിയാണ് ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റുകളും ഓണം ആഘോഷിക്കുന്നത്. അവിടെ ടേക്ക് ഔട്ടും ഡൈനിങ്ങും എല്ലാ റെസ്റ്റോറൻറ്റും കൊടുക്കുന്നുണ്ട്. നാട്ടിൽ നിങ്ങൾ ടേക്ക് ഔട്ടും ഡൈനിങ്ങും പിന്നെ വീട്ടിൽ ഓണം വെച്ചിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ആഘോഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും, അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നവർക്കും എല്ലാ ജനങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് പവി കെയർടേക്കർ എന്ന് പറഞ്ഞ സിനിമയുടെ രണ്ടാമത്തെ ഒരു സീനാണ് എടുക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്റെ ജാനകി, ഇന്നലെ തുടങ്ങിയതല്ലേ, വൈകിട്ട് ഗസ്റ്റുകൾ വരുമ്പോഴെങ്കിലും തീരുമോ നിന്റെ ഡെക്കറേഷൻ? ഇതേ ഞാൻ ഏറ്റെടുത്ത പണിയാ, അത് നല്ല ഭംഗിയായിട്ട് ഞാൻ തീർത്തിരിക്കും. ഹായ്. നോ നോ നോ, ഇപ്പോഴല്ല, വൈകിട്ട് എല്ലാരും വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു ഒരു കെയർടേക്കർ നിലയിൽ എനിക്ക് എല്ലാ കാര്യം പോയി എനിക്കറിയാം എന്താ ചെയ്യുന്നത്. എല്ലാത്തിനകത്തും കയറി തലയിടും, അതുകൊണ്ട് ചോദിച്ചാ. ചുമ്മാ ഇരിക്കും, ഇവിടെ ഒരു ഫാമിലി ഉള്ളതാണ്. എവിടെയാണ്? അവിടെ മേലെ. ആരാണ് പോവേട്ടാ? എന്താണ് മേളിന്ന് ശബ്ദമെങ്കിൽ മരപ്പെട്ടിയായിരിക്കും. മരപ്പെട്ടിയോ? ഈ മരപ്പെട്ടിനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ മരപ്പെട്ടി എങ്ങനെ ഇരിക്കണമെന്നറിയാവോ? അതിന് ഇഷ്ടമുള്ള പോലെ ഇരിക്കും. നീ ഒന്നും ഉണ്ടായിരുന്നേ. ഏത് പൊസിഷനിലാന്ന് എങ്ങനെ പറയാ? ഞാൻ ഫോൺ എന്റെ ഫോണിന് വലിയ ഒന്നുമില്ല ഏട്ടാ. എറിയാനല്ല. അല്ലേ? അത് നല്ല രസം, മൊബൈൽ വെച്ചെടുക്കും. കിട്ടിയോ? ആരും പേടിക്കരുത്, പ്രത്യേകിച്ച് കുട്ടികൾ. അമ്മ മരപ്പെട്ടിയാ ഡെക്റ്റ് വഴി കയറിയതായിരിക്കും. അത് ആ വഴി തന്നെ പൊക്കോളും പവി. പോവേ, അവിടെ ഇരുന്ന് പെറ്റി പെരുക്കും. ഒറ്റയ്ക്കോ? ഇപ്പൊ ഒറ്റയ്ക്ക്, പിന്നെ ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ പെറ്റി പെരുക്കും. ചേട്ടനെ ഇപ്പൊ ആരും. നീ പോയിട്ട് ലാഡർ എടുത്തിട്ടൊന്ന്. അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ. ശരി പവി, വൈകിട്ട് കുറെ ഗസ്റ്റ് വരുന്നതാ. ഗസ്റ്റ് ഒക്കെ വരാനുണ്ടായിട്ടാണോ അതവിടെ ഇരുന്നോട്ടെ എന്ന് പറയുന്നത്? പാർട്ടിയുടെ ഇടയ്ക്ക് അതെങ്ങനെ താഴേക്ക് ഇറങ്ങി വന്ന പാർട്ടി കൊളായില്ലേ? വെറുതെ റിസ്ക് എടുക്കണോ? റിസ്ക് എടുത്താലല്ലേ ലൈഫിൽ സക്സസ് ഉള്ളൂ. ഒരു കാര്യം തീരുമാനിച്ച അത് നടത്തിയിട്ടേ വരും. ഇനി അവിടെ ചെന്ന് അതിനെ ഉപദേശിച്ച് അത് നാണം കെട്ട് താനെ അവിടെ ഇറങ്ങിപ്പോ. കിളിച്ചോണ്ട് കണ്ട് ഇവിടെ ശ്രദ്ധിക്കടാ. വടിങ്ങന്നെ നീ വേറെ വടിയെടുത്ത് താഴെ വീണ അപ്പ അടിച്ചോളണം. ഞാനോ? ലൈഫ് വെച്ചിട്ടുള്ള കളിയാ. കിളിച്ചോണ്ടിരിക്ക. നിങ്ങൾ പുറത്തുനിന്നു. ഈ പൊസിഷനിലായിരുന്നല്ലോ കണ്ടത്. അടിക്കാനുള്ള ടെൻഷന്റെ പുറത്ത് താഴേക്ക് വന്ന ആരാന്ന് ശ്രദ്ധിച്ചില്ല കേട്ടോ. നീ മൈപ്പിയിൽ കൊണ്ടല്ലടാ തലോടി. ശരി, നീ വയലടച്ച അവിടെ വിടാനില്ല. അതിന്റെ സൗണ്ട് കൊള്ളാവേ. ഫ്രിഡ്ജിൽ തൂങ്ങി കിടക്കുന്ന സീൻ കാണിക്കാൻ നല്ല രസം. നോക്കിയിരിക്കണം. അയ്യോ, എന്റെ ഫ്രൂട്ട് സാലഡ്. എന്റെ പാത്രങ്ങൾ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എന്നെ നശിപ്പിക്കരുത്.
വീട്ടില്ലടാ നിന്നെ ഞാൻ. ഇതെന്താണ്? ഇറങ്ങി വേണം മരപ്പട്ടി, കൊല്ലൂട ഞാൻ. വേണ്ട, കളിക്കരുത്. ഞാൻ ആദ്യമായിട്ടോ ഈ കുണ്ടിങ്ങിണ്ട് കേക്ക് മുറിക്കണ കാണണേ. ഹാപ്പി ബർത്ത്ഡേ. അത് നല്ല രസമാണ്. എന്നോടാ കളി. നീ തീർന്നടാ, തീർന്ന്. നശിപ്പിച്ചെല്ലാം. എത്ര കഷ്ടപ്പെട്ട് കൈ കിട്ടിയതാ. ഇനി എങ്ങനെയാണ്? പാവിയേട്ടാ, നിങ്ങൾ പൊളിച്ച്. ഇതൊക്കെ അത്ര അയ്യോ നമ്മുടെ കിച്ചൺ മൊത്തം കളർഫുൾ ആക്കിയിട്ടാ. സക്സസ് കണ്ടില്ലേ? ഇനി ഗസ്റ്റുകൾ വന്നോട്ടെ. പിന്നെ എന്റെ 3 മാസത്തെ ശമ്പളം ഞാൻ ഇവിടെ തരും. അതും ഗഡുക്കളായി 5 8 10 തവണയൊക്കെ ആയിട്ട്. ബട്ട് അസോസിയേഷനെ കംപ്ലൈന്റ് ചെയ്യരുത്. ഓക്കെ? എന്താ ആരുടെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? മരപ്പെട്ടി പോയി മക്കളെ. Come on, let's celebrate the success. സെലിബ്രിറ്റി പറഞ്ഞിട്ടില്ലേ? സമ്മതിച്ചോ. എന്നാലും സ്പെയർ കീ ഇവിടെ വെച്ചോ? ജാനകല്ലേ ഇത്? ഇവനേതാണ് ഇവൻ? അടുത്ത വെൻസ്ഡേ പാർട്ടിക്ക് നീ ഉണ്ടോ? കഴിഞ്ഞ തവണ തന്നെ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഓവറായിരുന്നു. അടിച്ചോറാക്കിയ നീ മൊത്തത്തിൽ കുഴപ്പിച്ചു. എന്തായിരുന്നു കുഴപ്പിച്ചത് ഒന്നും പറയണ്ട. എന്നാ ഇപ്പൊ തുടങ്ങിയാലോ? ആ 4Cയിൽ ജാനകി അന്വേഷിക്കണ്ടായിരുന്നു. അങ്ങോട്ട് വേഞ്ചല്ലേ? എന്തിനാ? അവിടെ ഫുഡ് എന്തോ ഉണ്ടാക്കാനെന്ന് തോന്നുന്നു. അതിന് സമയമായില്ലല്ലോ. അവർക്ക് വിശക്കുണ്ടാവുന്നേ. വേഗം ചെന്ന് ചെയ്ത് കൊടുക്ക്. വേഗം ചെല്ലി 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 ചെല്ലേ. കുഴപ്പമില്ല. അയ്യോ, ഇതൊക്കെ ഫിക്സ് ചെയ്ത് വെക്കണ്ടേ? അത് ഈ കസ്റ്റമേഴ്സ് ഒക്കെ വരുന്ന സ്ഥലമല്ലേ? ആരെങ്കിലും വീണ? പക്ഷെ ഇവിടെ ആരും വീണിട്ടില്ല കേട്ടോ. ഇതെന്താ ചാടുമ്പോ മണി ശബ്ദം? ഓ, ഇതാണോ? ഞാൻ വിചാരിച്ച് വീണിപ്പെല്ലാം തകർന്നു. ഈ ശബ്ദം എനിക്ക് ഇഷ്ടല്ല. കെട്ടിയിരണം. ഇനി ഈ സാധനങ്ങളൊക്കെ എടുത്തൊക്കെ ഞാൻ പ്രത്യേകം പറയണോ?
എന്തായി? അവരുണ്ടാക്കിക്കോളാന്ന് പറഞ്ഞു. എന്ത് ഫുഡ്. അല്ല, ഉഷാമയുടെ കുട്ടികളും അവരെത്തിയിട്ടില്ലല്ലോ. അവര് സിനിമയ്ക്ക് പോയതാ, ലേറ്റ് ആവും. പേടിക്കണ്ട, ആ കുട്ടി ഒറ്റയ്ക്കല്ല കേട്ടോ. അതെ, ജോലിക്കാർ ലിഫ്റ്റ് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെന്താ? കെയർ ടേക്കർ ഇവിടുത്തെ ജോലിക്കാരനാ, ഓണറല്ല. കറക്റ്റായിട്ടൊന്നും പറയാൻ പറ്റില്ല. എന്റെ അധികാര പരിധിയിൽ അനാശില്ല. എന്താടാ തുറക്കാനത്തെ താമസം? വൃത്തിയായിട്ടവനെ. Yes! No! You scoundrel! This is not the place to കളിക്കാൻ പറ്റിയ സ്ഥലമുള്ള പാർട്ടി. ഡോർ തുറന്നു. തീർന്നു. ഇനി ഞാൻ ലിഫ്റ്റ് ഉപയോഗിക്കില്ല, താൻ ഉപയോഗിക്കരുത്.